ഇവിടെ ഒരു സ്കൂൾ പയ്യൻ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നും ഫുഡ് കഴിക്കുമ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ പീസ് കാണുന്നു. പെട്ടെന്നാണ് അത് അവൻ്റെ ഫ്രണ്ടിൻ്റെ കഴുത്തിലെ ടാറ്റൂവിൻ്റെ ഭാഗമാണെന്ന് അവന് മനസ്സിലാവുന്നത്. അവിടുത്തെ ഷെഫായ ഒരു സ്ത്രീ കുറേ നാളുകളായി അവിടെ ക്യാൻറ്റീൻ നടത്തുന്നു. പെട്ടെന്നാണ് അവരുടെ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് വന്നത്. അതിൽ നിന്നും അവർ ആ സത്യം മനസ്സിലാക്കുന്നു. അവിടെ എന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ജാക്ക് എന്നൊരു പയ്യന് അവിടെ എത്തി വ്ളോഗ് ചെയ്യുകയാണെന്ന രൂപേണ അവിടുത്തെ പാത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് കയറി വന്ന് അത് തടയുന്നുണ്ട്. അങ്ങനെ ബലം പ്രയോഗിച്ച് അവൻ ആ പാത്രം തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവരവനെ തട്ടിയിട്ടു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. അതായത് പട്ടിയുടെ എല്ലിൻ്റെ കഷ്ണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ സ്ത്രീ എന്തോ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ അവരുടെ ക്യാൻറ്റീൻ അവൻ പൂട്ടിച്ചു. അങ്ങനെ അവൻ സ്റ്റെയറിൽ നിന്ന് നടന്നു വരുമ്പോൾ എന്തോ ഒരു സാധനം അവനെ തട്ടിപ്പോയി. അവൻ അതിനെ പിന്തുടർന്ന് പുറത്തുള്ള ഒരു സ്റ്റേഡിയത്തിലെത്തി. അങ്ങനെ അവനൊരു ബ്ലാക്ക് രൂപം കണ്ടു. അതിൽ നിന്ന് അയാൾ ഒരു കത്തിയെടുത്ത് അവൻ്റെ പിന്നാലെയോടുന്നു. അവനാണെങ്കിൽ പേടിച്ച് പുറത്തെത്തുന്നു. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ ആ രൂപം കാണുന്നതേയില്ല. അപ്പോൾ ആ സ്ത്രീ അവനെ പ്രാങ്ക് ചെയ്യുകയാണെന്ന് അവൻ വിചാരിച്ച് അവൻ വീണ്ടും വ്ളോഗ് ചെയ്യുന്നു. പക്ഷേ ആ സ്ത്രീക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷേ അവരുടെ മകൻ്റെ ഫോട്ടോ കാണിച്ച് അവനാണത് ചെയ്തതെന്ന് ഈ ജാക്ക് പറയുമ്പോൾ അവിടെയുള്ള ആൾ പറയുന്നുണ്ട് അവൻ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി എന്ന്. അപ്പോൾ അവൻ ആകെ അത്ഭുതപ്പെടും. അങ്ങനെ അവിടേക്ക് സ്കൂൾ പ്രിൻസിപ്പൽ വരുന്നു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് അവൻ കണ്ടത് പട്ടിയുടെ എല്ലിൻ്റെ കഷ്ണങ്ങളല്ല, മറിച്ച് കോഴിയുടേതാണെന്ന്. അപ്പോൾ അവൻ ആകെ അത്ഭുതപ്പെടുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി. അപ്പോഴാണ് ഇവനൊരു ബുദ്ധി തോന്നുന്നത്. അവൻ അവിടെ കണ്ട ഒരു പൂച്ചയെ കൊന്ന് കിച്ചൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ട് വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ്റെ ഫോൺ ഓൺ ആവുന്നതേയില്ല. അപ്പോൾ അവൻ ബാക്കിൽ ആരോ ഉണ്ടെന്ന് തോന്നി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും തന്നെ കാണുന്നില്ല. അതായത് ഒരു ബ്ലാക്ക് വസ്ത്രമിട്ട അയാൾ വീണ്ടും വന്ന് അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ തൊപ്പി തുറക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ കാണുന്നില്ല. അവിടെ ആകപ്പാടെ ഒരു പുകയാണ് അവൻ അനുഭവപ്പെടുന്നത്. ഈ നടന്ന കാര്യങ്ങളൊന്നും ആരും തന്നെ വിശ്വസിക്കാത്തത് കൊണ്ട് അവൻ ആ വെള്ള കവറിൽ എന്താണെന്ന് പോയി നോക്കുകയാണ്. അങ്ങനെ അവന് അത്ഭുതത്തോടെ ആ കാര്യം മനസ്സിലാക്കി അതൊരാളുടെ തലയാണെന്നും ഈ സ്ത്രീയുടെ മകനാണതെന്നും.